നിന്ന് കണ്ടാക്കടിക്കല്ലാതെ നിനക്ക് ഒരു വാഴക്കെങ്കിലും തടെടുക്കാൻ അറിയാമോടി? 2 ഏക്കർ സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന് വാഴ വെച്ച് കുലപ്പിച്ച് പഴുപ്പിച്ചെടുക്കാൻ കെൽപ്പുള്ള കുടുംബത്തിൽ പിറന്ന എന്നോട് തടെടുക്കാൻ? 2 ഏക്കർ സ്ഥലത്ത് പഴുത്തു നിൽക്കുന്ന കൊലകൾ മോഷ്ടിച്ച് കഴിക്കാൻ കെൽപ്പുള്ള കുടുംബത്തിൽ പിറന്നവളാണ് നീ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. എന്റെ അമ്മാവൻ ചെയ്തതിന് ഞാൻ തിരുവഴിച്ച് കൊണ കൊണ കൊണ. നീ നോക്കിക്കോ, ഒരു ദിവസം ഈ നിൽക്കുന്ന വാഴെല്ലാം കൊലച്ച് നിൽക്കും. 4-5 പന്നികൾ കയറിയ തീരാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. കൊലയെങ്കിലും വെച്ച് രക്ഷപ്പെടാൻ എന്നെ അനുവദിക്കൂ ജലജെ. അവളെ കരിനാക്കെടുത്ത് വളച്ചോളും. ഈ വാഴക കൊലയ്ക്കോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അല്ല, നിങ്ങൾ വെച്ചതല്ലേ, ചിലപ്പോ പേരക്കൊക്കെ ചക്കയൊക്കെ കാച്ചു വരും. നീ കുടിക്കാനേ കുറച്ച് വെള്ളം എടുത്താണ് കൊണ്ടുവന്ന വെള്ളം ഞാൻ കുടിച്ചേർത്ത്. വെള്ളം കുടിച്ച് തീർക്കാനായിട്ട് നീ ഇവിടെ എന്തോ ജോലി എടുത്ത് ജലജെ. ഇത്രയും നേരം വായിട്ടലച്ചതില്ലേ ഞാൻ, അതൊരു ജോലിയായിട്ട് കൂട്ടിക്കോളേ. ഒരു കുട്ട ചാണകവും എടുക്കണോരുന്ന്. നീ ഒരു കാര്യം ചെയ്, അപ്പുറത്തെ പറമ്പിൽ പോയേ ഒരു കുട്ട ചാണകം എടുത്തോണ്ട് വാ. അയ്യോ, എനിക്ക് പെട്ടെന്നൊരു നടുവേദന വന്നു കേട്ടോ. ആണോ? ഈ വാഴകളെല്ലാം കൊലച്ച് പഴായി കഴിഞ്ഞാൽ അത് കേറ്റാൻ നീ വരുമല്ലോ. അപ്പൊ ഈ നടുവേദന കാണണം കേട്ടോ. ചാണകേ ഭയങ്കര നാറ്റോണ്. ആണോ? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, പശു ചാണകിടാൻ നേരത്തെ മുല്ലപ്പൂവിന് മണമുള്ള ചാണകിടാൻ പറയാ ഞാൻ. അവളെ ഓരോരോ ഉടായിപ്പ് മാറിപ്പോടി. അയ്യോ, കൊരങ്ങന്മാര് വരണം, ഇപ്പൊ വാഴ നശിപ്പിക്കും. നിന്റെ കുടുംബക്കാരെ കൊണ്ട് തോറ്റല്ല ജലജെ. ഒരു സ്ഥലത്ത് പോയി പണിയെടുത്ത് ജീവിക്കാൻ സമ്മതിക്കൂല ജന്തുക്കള്. ഇത് എന്റെ ഓരോ തമാശകള്. എടേ, അവ ഇവിടെ പോയി കിടക്കണ്ട. രാവിലെ 5 മണിക്ക് മനുഷ്യനെ നോക്കി കിടക്കുകയാണ് ഇവിടെ. ഇപ്പൊ വരും, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയതാ വരുവേ. ഓരോ വള്ളികളായിട്ട് വന്നോളും. വള്ളിയെ എടാ, പബ്ജി ടൂർണമെന്റിൽ എനിക്ക് ജയിക്കണം, അതിന് എന്നെ ട്രെയിൻ ചെയ്യിക്കാനാണ് അവൻ പറഞ്ഞത്. ഇവനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവസാനം അവൻ അടുത്ത ട്രെയിനിൽ കയറി പോകുന്നാണ് തോന്നണ. എന്തോന്ന്? ഒന്നുമില്ല, ട്രെയിൻ ലേറ്റ് ആയത് കൊണ്ടായിരിക്കും അവൻ വരാൻ താമസിക്കുന്നെന്ന് പറഞ്ഞത്. കോടികൾ കൊടുത്താണ് ഞാൻ അവനെ കൊണ്ടുവരണത്. കോടിയാ? വരുമ്പം 2 ഓണക്കോടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. ഇത്രയും കിടന്ന് പാടുകൊണ്ട് എന്തിനാണ്? ഇവിടെ പബ്ജിയിലെ പ്രോ പ്ലെയർ ആയ ഞാൻ നിൽക്കുമ്പോ നീ എന്തിനാ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരണത്? ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ തന്നെ. പ്രോ പ്ലെയർ എന്നെ ഒരുത്ത അടിച്ചിട്ടപ്പോ ഞാൻ സ്പോക്ക് എറിയാൻ പറഞ്ഞപ്പം അവ എന്റെ മണ്ടയിൽ ഗ്രനേഡ് തെരഞ്ഞേക്കണം പട്ടി. എന്നിട്ട് ചത്തില്ലേ? ആര്? നീ. കളിക്കിടയിൽ ഞാൻ എനിമീസ് അറിയട്ടെ വിളിച്ചു കൂവിയപ്പം ഇവൻ പുല്ലിന്റെ ഇടയിൽ കോളയും കുടിച്ചോണ്ടിരിക്കണം. കോളല്ല കുടിച്ചത്, ഓറഞ്ച് ജ്യൂസാണ്. എനർജി ഡ്രിങ്ക് കുടിക്കുന്നത് നല്ലതാണ്. കണ്ട സകലമാന സ്ഥലത്തും പോയി ആളെ കൂട്ടിക്കൊണ്ടുവരണേല് നീയാണ് മിടുക്കൻ. ആള് കൂടിയല്ലേ ഒരു രസമുള്ളൂ കളിക്ക്. ഇനിയിപ്പൊ ഞാൻ ട്രെയിൻ ചെയ്യണില്ല, അവൻ തന്നെ നിന്നെ ട്രെയിൻ ചെയ്യട്ട്. എന്റെ അമ്പോ, അത് തന്നെ നല്ലത്. ഈ വർണ്ണം എവിടെ ഉള്ളവൻ? ട്രിവാൻഡ്രംകാരൻ തന്നെ. ബംഗാൾ. ബംഗാളാ? യെസ്, കില്ലർ രാജ് ഫ്രം വെസ്റ്റ് ബംഗാൾ. अरे किलर रचू भाई, किलर राज आ गया. किलर राज तुमने देखने को मेरा मन पसंद हो गया. അല്ല, നീ എന്ത് താമസിച്ചാ? ഒന്നും പറയണ്ട കിലർ രച്ചു ഭായി. പാലക്കാട് എത്തിയപ്പോഴേക്കും എന്റെ കയ്യിലൊരു ടമ്പാക്ക് ഇട്ടിരുന്നു. പിന്നെ സ്റ്റേഷനിൽ ടമ്പാക്ക് വാങ്ങിച്ചപ്പോഴേക്കും വന്ന ട്രെയിൻ പോയി, ട്രെയിൻ ചൽ ഗയാ. പിന്നെ നെക്സ്റ്റ് ട്രെയിൻ में आ गया. എന്തായാലും നീ വന്നല്ല. അതാര് ചേട്ടാ ഒരു ഷൊട്ടൻ? അത് ഷൊട്ടനല്ല, എന്റെ ചേട്ടൻ. ഇങ്ങോട്ട് വരണം. തന്നെ ഇതെന്തോന്ന്? അതല്ല ഈ കളറ്, അത് ശംഭു. ഇതെന്തോന്നടാ ഇത്? എടാ, നീ അത് കാര്യാക്കണ്ട. കില്ലർ രാജിനെ ശംഭു ഇല്ലാതെ പറ്റൂല. അതെ ചേട്ടാ, തമ്പാക്ക് മേരാ ജീവൻ, ശംഭു മേരാ വായു ഹെ. ഇവനെ കൊണ്ടാ നീ വീട്ടിൽ വരണ? അച്ഛനെ അമ്മയൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എന്താ ചേട്ടാ, എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? മേമേക്ക് സുന്ദർ ലഡ്കാഹു. ഇത് നോക്കൂ, എങ്ങനെയുണ്ട് ഈ പോഷ്? സൽമാൻ ഖാൻ പോഷാണ്. ഇവനെ വല്ല ഹോട്ടലും കൊണ്ടുപോവാ. കില്ലർ രാജ്, മൗത്ത് നോ ഓപ്പണിംഗ് കാർ, നോ തുപ്പലിംഗ് കാർ. ठीक है किलेरी भाई, बेटा भाई का कार फास्ट में घर में चल रहा हूँ. ഒന്ന് പതുക്കടാ. സോറി ചേട്ടാ, സോറി. കയ്യും പോയി. അരെ
अरे किलर भाई, तुम्हारा बड़ा भाई का कार वंडरफुल है, अच्छा सेटअप है. हाँ ऐसी ऐसी. യാസിയിലെ തുപ്പി കില്ലർ രാജ്. സോറി ചേട്ടാ സോറി. പിന്നെ ഒരു കൂട്ട ഷോറി അവന്റെ. ഫാസ്റ്റ് ഫാസ്റ്റ് ഉണ്ടായില്ല പുല്ലേ. ജോലി ചെയ്ത് ചെയ്ത് ക്ഷീണിച്ച്. ഇതിനിങ്ങനെ നോക്കണ, നിങ്ങൾ ക്ഷീണിച്ചാലാണ് പറഞ്ഞത്. നിങ്ങൾ മൊത്തം അവശതയില്ല. ആ എക്സ്പ്രഷൻ ഞാൻ ഇട്ടത്. കഥ പറയടാ. ഡേയ് ഡേയ്. ആരാ? मैं किलर राज. तू कौन है? സോറി, വീട് മാറിപ്പോയി. പെയിന്റ് ഇതേപോലെ അടിച്ചിട്ടേക്കണ. വണ്ടിയുടെ സെയിം. സോറിയേ. ഇത് തന്നെ നമ്മളെ വീട്. തന്നെ നീ ആരാ? मैम किलर राजू का दोस्त है. ആരാ? कुछ नहीं है, एक पागल आदमी. അച്ഛാ, अच्छा पागल आदमी. ഇതെന്റെ അച്ഛനണ്ടാ, മേരെ പിതാ. हाँ किलर राजू का पिता. पिताश्री आ कहीं तरो. अजय അയ്യേ കൈ പിടിച്ച് നക്കി. ആരാ ഇത്? അച്ഛാ, ഇതാണ് എന്നെ പബ്ജി പഠിപ്പിക്കാൻ വന്ന മാഷ്. മാഷ്. അപ്പൊ പുഴുപ്പല്ലേ? ഓന്റെ പബ്ജി മാറാ അങ്ങോട്ട്. ഓരോരോ അലവലാദികളെ പിടിച്ചോണ്ട് വന്നോളൂ വീട്ടിലോട്ട്. അലവലാദി? अरे भाई अललादी क्या है? ബ്യൂട്ടിഫുൾ. ब्यूटीफुल. तुम्हारा बाप अललादी है. बहुत पसंद आ गया. ആ അപ്പറഞ്ഞത് കറക്റ്റ് ആണ്. अच्छा ये कौन है? മേരാ മാതാ. किलर राजू का माताश्री. अरे माताश्री. ആ വരണ്ട കൈ നക്കാൻ തരൂല. अच्छा माताश्री, मैं घर में आने पर खाना पीना नहीं. आओ आओ जल्दी आओ. ഹാ ഹാ അമ്മ. ഹാ ഹാ. പതുക്കെ തൊണ്ടേ കുരുങ്ങും. ആലു ആലു. ആലു. पोटैटो पोटैटो. ആ നഹി 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 നഹി. अरे आलू नहीं तो पसंद. ബംഗാള് തുമാരാ ജോലി എന്തൊരു ഹേ? मेरा पास काम नहीं है, बट मेरा पिता का पास काम है, पैसा है, अच्छा फैमिली, हैप्पी फैमिली है. ആ അപ്പൊ വിയർപ്പിന്റെ അസുഖമുള്ള പിള്ളേർ ബംഗാളിലും ഉണ്ട്. അപ്പൊ പിന്നെ തുമാരാ ചെലവ് എങ്ങനെ നടക്കും ഹേ? पिताजी के पॉकेट में पैसा डालो. इस पैसा मैं मेडुकुम है, तंबाकू खरीदूं है, और कीले लेचू के पबजी कैलू है. हैप्पी लाइफ. ബഹുത്ത് അച്ഛാ. കഴി. കില്ലർ രാജ് പ്രാക്ടീസ് തുടങ്ങാം. തുടങ്ങാൻ ചേട്ടാ. എന്തിനാ കയ്യിൽ തുപ്പിയ? അറിയില്ല, സ്മൂത്ത് കിട്ടും, നല്ല സ്മൂത്ത് കിട്ടും. ചെയ്ത് നോക്കൂ. ഇനി ഓരോ ട്രിക്കുകളായിട്ട് പറഞ്ഞതാ. ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ മൊബൈലിൽ हमारे साथ को इस तरह से पकड़ो 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 इस तरह से. अच्छा अच्छा. हमारा शूंड विरल फर करने के लिए, मिडिल फिंगर मूव करने के लिए, एंड थंब फिंगर स्कोप करने के लिए. अच्छा. ഇത് എല്ലാം കൂടെ ഇങ്ങനെ വെച്ച സ്ക്രീന് കാണാൻ പറ്റൂലല്ലേ? स्क्रीन देखने को हमारे साथ कोई टाइम नहीं. डिनर डिनर चिकन डिनर. फोकस फोकस एंड शूट. हाँ शूट. हाँ नोक नोक. चला मर गया चला. നീ എങ്ങനെയാടാ ചെവി വെച്ച് വെടിവെച്ചിട്ടാ? स्पीकर प्रॉब्लम. एनिमीज बूट शाउट शाउट. फोकस फोकस. बाय एनिमी राइट साइड लेफ्ट साइड फ्रंट साइड. ओ शाला टुकड़ा नोब प्लेयर. हमारा चिकन डिनर नहीं मिला. എടാ നീ എന്റെ കയ്യിൽ എടുത്തായിരുന്നാടാ? ഇല്ല അച്ഛാ, ഇനി പബ്ജിയിൽ ആരെങ്കിലും ഉടുത്തോണ്ടിരിക്കണോ എന്തോ. എന്റെ കയ്യില് പിതാശ്രീ നിന്റെ അടുത്ത് ആര് പറഞ്ഞോ എന്റെ കയ്യിൽ എടുത്ത് കൊടുക്കാൻ? പിതാശ്രീ മേരെ സാത്ത് വേറെ പാന്റ് നെഹി ഹേ. അതുകൊണ്ട് കള്ളിമുണ്ട് എടുത്തു. ഊറാ മര്യാദക്ക് ഉൽപ്പിടാ. എന്തരച്ചാ അവ ഉടുത്തോട്ട്? അവന് കൊടുത്തിട്ട് ഞാൻ ചെട്ടിയിട്ട് നടക്കടാ. कोई गलत नहीं पिताजी, मैं माफ कर दीजिए. तुम्हारे डॉटी में पिताश्री शंभूने नाचम अलवलादी. हाँ मैं अलवलादी हूँ. तुम भी बहुत अलवलादी है. അമ്മ വന്നവനൊരു ഹിന്ദിക്കാരനാണ്. അയിന്
അല്ല ഹിന്ദിക്കാരനായോണ്ട് നമുക്ക് ഹിന്ദി അറിഞ്ഞൂടല്ല, അപ്പോഴും അവനോട് നിർത്താൻ പറ്റൂല. പറഞ്ഞു വിട്ടോളി. അവന്റെ മുഖത്തെ ഒരു വശപ്പശ കൊണ്ട്. അതിപ്പോ നിങ്ങളെ മൂത്ത മോനുമില്ലേ അത് ഒരുമാതിരി കള്ളന്റെ ലക്ഷണം. അവനൊരു വൃത്തിയില്ല. അവന്റെ വൃത്തി അവിടെ നിക്കട്ട്. നീ രാവിലെ പല്ല് വെച്ചാടാ? ഇല്ല. നിനക്കെന്തറി അവന്റെ അടുത്തൊരു സോഫ്റ്റ് കോർണർ? കണ്ടിട്ട് നല്ല പയ്യാണെന്ന് തോന്നണം. കുറച്ച് തമ്പാക്ക് വെക്കും, അല്ലാതെ വേറെ കുഴപ്പമൊന്നും എനിക്ക് കാണാനില്ല. അവനെ കണ്ടിട്ട് ഒരു മാനിനായിട്ട് തോന്നണില്ല. ഈ വീട്ടിലെ ഒരു മാനിനെ നീ കാണിച്ചെന്നാണ്? നീ അല്ല നിന്നെ ചൂണ്ടിയ നിന്റെ ചെവളെ കുത്തി കയറിഞ്ഞാൻ. വീട്ടില് മാന്യന്മാര് കടയില് സാധനം വാങ്ങിക്കാൻ പോയി കാണും, തിരിച്ചു വരുമ്പം പറഞ്ഞുതരാം. ജലജ ആരെന്നോ എന്തെന്നോ അറിയാത്ത ഒരുത്തനെ നിന്റെ ഇളയവന്റെ വാക്കും കേട്ട് ഇവിടെ പിടിച്ച് താമസിപ്പിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടായ അറിയാല അച്ഛൻ വെറും തറയാണ്. ഇവിടെ എന്തിനു പറ്റാനാണ്? ആ ചെറുക്ക് ഇവിടെ കുറച്ച് ദിവസം നിൽക്കും, പിന്നെ പോവും. എന്തെങ്കിലും പറ്റട്ട്, ഞാൻ അപ്പ കാണിച്ചു തരാം എന്റെ വഴക്കുല ദൈവങ്ങളെ. നിന്റെ പേരെന്താ? രാജ്. പബ്ജി में കില്ലർ രാജ്. तुम्हारा? ചന്ദ്രി. അലവലാ തിന്നാം. ചേച്ചി നിങ്ങളാണല്ലേ എന്റെ വട്ടപ്പേര് പറഞ്ഞു കൊടുത്ത? ഞാനൊന്നും അല്ല. നീ വേറെ എന്തെങ്കിലും ചോദിച്ചാണ്. ചെറുക്ക ഉടായിപ്പാണോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. हमारा प्रधानमंत्री कौन है? नरेंद्र मोदी. हमारा राष्ट्रपिता कौन है? महात्मा गांधी. ताजमहल कौन कंस्ट्रक्ट करता? ഷാജഹാൻ. ഇവിടെ എന്തൊരു ക്വിസ് മത്സരം നടത്തണ? ചേച്ചി ഇവൻ നല്ല അറിവുള്ള പയ്യനാണ് കേട്ടാ. നിങ്ങളെ രണ്ട് മക്കൾക്ക് മുടക്കിയ പൈസ ഇവന് മുടക്കിയെന്നെങ്കിലേ ഇവൻ PSC എടുത്ത് ജോലി വാങ്ങിച്ചേരാ. കേരള में तुम्हारा उद्देश्य क्या है? कीलेरी अच्छू के साथ 20 लोगों को मारने के लिए मैं इधर आ गया. 20 പേരെയാ? ചേച്ചി ഇവ കീലേരി അച്ചുവിന്റെ കൂടെ ചേർന്നേ 20 പേരെ തട്ടാനുള്ള പരിപാടിയാണ്. सच अदल्ला तुम्हारा जिट्टुमो के साथ PUBG 20 किल. हाँ मैं आगे बोल रहा है. അങ്ങനെ എന്തരടി നിങ്ങൾ രണ്ടാമത്തെ മുന്നയുടെ കൂടെ PUBG കളിക്കാൻ വന്നേന്ന്. जाओ ठीक है मैं खुश है. हाँ जा सनम मधुर चांदनी में. നിനക്കവനെ കണ്ടിട്ടേ എങ്ങനെയുള്ള പയ്യനാണെന്ന് തോന്നറി? ഞാൻ നോക്കിയിട്ട് വലിയ കുഴപ്പക്കാരനായിട്ട് തോന്നണില്ല. അപ്പൊ കുഴപ്പക്കാരനായിരിക്കും. എന്റെ പൊന്നു ശാരദ, നിന്റെ സ്വർണം ഞാൻ ഇന്ന് പണയത്തിൽ നിന്ന് എടുത്ത് നാളെ കൊണ്ട് തരാം നിന്റെ വീട്ടില്. വാ. എന്റെ പൊന്നെ, നമ്മളെ സ്വർണം അവൾക്കുമാർക്ക് പണയം വെക്കാൻ കൊടുത്താ അവളുമാരെ സ്വർണം നമ്മള് ചോദിക്കാൻ തന്നെ ചെയ്താ ഓഹോ. എന്തൊരു സ്വർണം എടുത്ത് നോക്കട്ടെ. ഇവിടെ വെച്ചിരുന്ന ഇവിടെ പോയി. എന്തരടിയിരുന്ന് തപ്പണ? ഇവിടെ വെച്ചിരുന്ന ശാരദയുടെ സ്വർണം കാണാനില്ല. നീ കൊണ്ടുവയ്ക്കണ സ്ഥലങ്ങളിൽ നോക്ക്, ഫ്രിഡ്ജില അടുപ്പില എവിടെയെങ്കിലും. അവിടെയൊന്നും വെച്ചില്ല, ഇവിടെ തന്നെ വെച്ചാ. എന്തോ നമ്മ എന്താ സ്വർണം കാണാനില്ലടാ. ഇത് അവൻ തന്നെ എടുത്താ? ആര്? എല്ലാരും കൂടെ ഊരും പേര് പറഞ്ഞ ഒരുത്തരെ ഇവിടെ പിടിച്ച് താമസിപ്പിച്ചിട്ടില്ലേ, അവൻ തന്നെ. പിതാശ്രീ മാതാശ്രീ മേരാ വൈഫ് കാ ഗോൾഡ് കഹാ ഹേ? ഓ അവരിപ്പോ ഹിന്ദി അറിഞ്ഞൂടാ, മലയാളത്തിൽ പറഞ്ഞുതരാം. നീ മോട്ടിച്ച സ്വർണ്ണേ തിരിച്ചു കൊടുക്കാൻ. അനാവശ്യം പറയരുത്. അനാവശ്യം അവന് കാണിക്കല്ലേ? ഡാ നിന്റെ കൂട്ടുകാരന്റെ മര്യാദയ്ക്ക് എടുത്ത സ്വർണ്ണം തിരിച്ചു തരാൻ പറ, അല്ലെങ്കിൽ കളി കാര്യാവേ. ഞാൻ ചോദിക്കട്ടെ, കില്ലർ രാജ് तू गोल्ड എടുത്തു ഹേ? अरे भाई मैं गोल्ड मेरे लाइफ में नहीं देखा. नहीं എടുത്തു ഹേ. അവ എടുത്തിട്ടില്ല. അവന്റെ ദേക്കോ പൊങ്ക നോക്കിയിരിക്കാണ്ട് പോലീസിനെ വിളിക്കാച്ചാ. അല്ലെങ്കിൽ പോലീസിനെ വിളിക്കണ്ട, എവിടെന്നോ വന്ന ഒരുത്തൻ ഇവിടെ കയറ്റി താമസിപ്പിച്ചാലും നമ്മളെ പോലീസ് അകത്താക്കും. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. സത്യം പറയടാ. मैं गोल्ड नहीं चोरा. माताश्री बोलो मैं चोर नहीं. അവനായിരിക്കൂല എടുത്തത്. ആന്തരം നിനക്ക് എത്ര ഉറപ്പ്? പിശാചി, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗോൾഡ് എടുത്തിട്ടില്ല. എന്റെ ഫോൺ എന്റെ ജീവനെ, ഈ ഫോൺ നിങ്ങൾ എടുത്തു. ഞാൻ ബംഗാളിൽ പോയി പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചു കൊണ്ടു തരാം. അപ്പൊ എനിക്ക് ഫോൺ തന്നാ മതി. പോലോ. ഈ ചെലന്തി വില കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ?
ഹലോ എന്താ അണ്ണാ നിങ്ങളെ മൂത്ത മോൻ എന്ത് ഇത്ര പൈസയ്ക്ക് ആവശ്യം? കാര്യം എന്ത്? അവർ രാവിലെ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് പൈസ വാങ്ങിച്ചോണ്ട് പോയി. എന്തരച്ചാ ഇവൻ സ്വർണം മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ ആർക്കെങ്കിലും കിട്ടിയടാ പട്ടി. കില്ലർ രാജ്, ഇതാ നിന്റെ ഫോൺ. ഇനി നീ നല്ലതുപോലെ ഗെയിം കളിക്കണം കേട്ടോ. താങ്ക് യു ബെടാ ബൈ. നിങ്ങൾ എന്തിനാ അവനെ അടിച്ചാ? നിന്റെ മൂത്ത മോനാണ് സ്വർണ്ണം എടുത്ത് പണയം വെച്ചത്. ചോർ തുമാരാ ബെടാ ചോർ. എടാ അച്ഛ അടിച്ചത് വേവിച്ചാടാ. ലേശം അമ്മ വേദന പോയി. ഇത് നീ സ്വർണ്ണം എടുത്തേനല്ല, വേറൊരുത്തിനെ കള്ളനാക്കിയേന്. കീലരച്ചുബായ്, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല. എന്നെ എല്ലാരും ഒരു കള്ളനെ പോലെ നോക്കിയില്ലേ? പിതാജി, मैं कुर्सी तंबाकू डालो बट मेरा हार्ट फुल ऑफ मेरे प्यार किया. എടാ ഇതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. कोई बात नहीं बादश्री, बड़े बड़े देशों में ऐसे छोटी छोटी बात रहती होती है. ഓ ഇവ എന്തിനു പറയണ? दिल वाले दुल्हनिया ले जाएंगे. രാജു ഭായ്, കിലരിച്ചുബായ്, मैं बंगाल में जा रहा हूँ. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കൊണ്ടാക്കാം. नहीं ഞാൻ നടന്നു പോയിക്കോളാം, കുഴപ്പമില്ല. माताजी, पिताजी, बड़ा भाई, मैं माफ कर दो. तुम्हारे पास भगवान तुना करूंगा. किलरिച്ചുബായ്, मैं लड़ गया. അങ്ങനെ നീ പോയാലേ എല്ലാത്തിനെയും തൂത്തി പറക്കി അടിച്ചോ. വാടാ. ചാടി അവനാ, അമ്മയ്ക്ക് കൊല്ലവനാ. അയ്യോ കില്ലർ രാജ്, ഏക്ക് തോക്ക് ദേ ദോ, എനിമി എനിമി. ये ले लो रेगू भाई, M476 स्टॉक, सब लोगों को मारो. ആ ദാ വരണ്ടാ ഞാൻ. डिनर डिनर चिकन डिनर. ക്യാമറമാൻ ഞങ്ങൾക്ക് ഫോക്കസ് കരോ. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. അതെന്തെന്നറിയാമോ? രഘു ക ഫാമിലി അലവലാതി ഫാമിലി ഹേ.